ഈ മാസം 20-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ വിളിച്ചു ചേർത്ത ആഗോള അയ്യപ്പ സംഗമം. ആ സംഗമത്തിൽ അഖില ഭാരത അയ്യപ്പ സഭാ സംഘത്തിൻ്റെ നിലപാട് വിശദീകരിക്കാനാണ് ഇന്ന് ഞങ്ങളുടെ എത്തിച്ചേർന്നത്. ആഗോള സംഗമത്തിൽ ഇതുവരെയായി അഖില ഭാരത അയ്യപ്പ സഭാ സംഘത്തിന് ക്ഷണിക്കുകയോ ഒരു കത്ത് തരികയോ ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് 1945 രൂപീകരിച്ച ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സഭാ സംഘം. ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരുന്നതിന് മുൻപേ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുൻപ് അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നടത്തി പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സഭാ സംഘം. അയ്യപ്പ സേവാ സംഘമാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഒരു സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ ചൂട്ടിൻ്റെയും റാന്തൽ വിളക്കിൻ്റെയും വെളിച്ചത്തിൽ അയ്യപ്പന്മാരെ കൈപിടിച്ച് സന്നിധാനത്ത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിച്ചത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകന്മാരാണ്. പൂർണ്ണമായും സേവന പ്രവർത്തനം മാത്രം നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. ആദ്യമായി സന്നിധാനത്തും പമ്പയിലും ചുക്കുവെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയത് അയ്യപ്പ സേവാ സംഘമാണ്. ആദ്യമായി അന്നദാനം കൊടുക്കാൻ തുടങ്ങിയത് അയ്യപ്പ സേവാ സംഘമാണ്. ആദ്യമായി അവിടെ സ്ട്രെച്ചർ സർവീസ് തുടങ്ങിയത് അയ്യപ്പ സേവാ സംഘമാണ്. ആദ്യമായി ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കിയത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ്. ആദ്യമായി ഒരു മെഡിക്കൽ സംവിധാനം അവിടെ ഉണ്ടാക്കിയത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ്. ത്രിവേണി മുതൽ ഗണപതി കോവിൽ വരെ 1.5 കോടി രൂപ ചെലവ് ചെയ്ത് അവിടെ റോഡ് നിർമ്മിച്ചത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ്. ആ റോഡിലൂടെയാണ് ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ VIPs അവിടെ വരുന്നവരുടെയും വാഹനങ്ങൾ കടന്നു വരുന്നത് ആ റോഡിലൂടെയാണ്. അതുപോലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ സന്നിധാനത്ത് അല്ലെങ്കിൽ പമ്പയിൽ ഒരു അയ്യപ്പൻ മരണപ്പെട്ടാൽ ആ ബോഡി സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏത് സംസ്ഥാനത്തു നിന്നാണോ ആ അയ്യപ്പൻ വന്നത് അവിടെ സൗജന്യമായി ആ ബോഡി എത്തിച്ചു കൊടുത്തത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ്. ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പമ്പയിലെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പിറകിൽ ബോഡി സൂക്ഷിക്കാനുള്ള മോർച്ചറി പോലും അയ്യപ്പ സേവാ സംഘം അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരിച്ചു വീഴുന്ന അയ്യപ്പൻ്റെ ബോഡി ഏറ്റെടുക്കാൻ ഒരാളും അന്ന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. അയ്യപ്പ സേവാ സംഘമാണ് ആ ബോഡി എടുത്ത് മോർച്ചറിയിൽ സൂക്ഷിച്ച് അവരുടെ അഡ്രസ്സ് സംഘടിപ്പിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അവിടെ അവർ വന്നിട്ടുണ്ടോ അവിടെ എത്തിച്ചു കൊടുക്കുന്നത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവിടെ അയ്യപ്പന്മാർ കടന്നു വരുമ്പോൾ ഇപ്പോഴും അവിടെ ക്യൂ ആയി നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് എത്രയോ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് കുടിവെള്ളം അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്ത് ബിസ്ക്കറ്റ് എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ഒരു ആശ്വാസ നടപടി സ്വീകരിക്കുന്നത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. അവിടെ അന്നദാനം 24 മണിക്കൂറും 1 രൂപ ഒരാളോട് വാങ്ങാതെ സൗജന്യമായി 24 മണിക്കൂറും അന്നദാനം നൽകിയത് 80 വർഷമായിട്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ്. ആ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിനെയാണ് ഈ സംഗമത്തിൽ നിന്നും ആഗോള സംഗമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അവിടെ വികസനമാണെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആളുകൾക്ക് അറിയുന്നത് പോലെ ഒരാൾക്കും അവിടെ പറയാൻ സാധിക്കില്ല. അവിടെ എന്ത് വികസനം വേണമെന്ന് അയ്യപ്പ സേവാ സംഘത്തിന് പറയാൻ സാധിക്കും. അവിടെ വരുന്ന ഗുരുസ്വാമിമാർ 50-60 വർഷം അവിടെ വരുന്ന ഗുരുസ്വാമിമാരുണ്ട്. ആ ഗുരുസ്വാമിമാർക്ക് പറയാൻ സാധിക്കും. അല്ലാതെ മറ്റുള്ളവർക്ക് അവിടുത്തെ എന്ത് വികസനം വേണമെന്നുള്ളത് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ അവിടെ നിലനിൽക്കുന്നു. ഈ സന്ദർഭത്തിലാണ് അഖില ഭാരത അയ്യപ്പ സഭാ സംഘത്തിന് അവിടെ ഒരു കത്ത് പോലും തന്ന് വിളിക്കാൻ തയ്യാറാവാത്തത്. അതിന് ദേവസ്വം ബോർഡ് പറയുന്നത് ഒരു വിഷയം നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഏത് സംഘടനയിലാണ് അഭിപ്രായ വ്യത്യാസമില്ലാത്തത്? 2 അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 സംഘടന ഉണ്ടെങ്കിൽ ആ 2 പേർക്ക് കത്ത് കൊടുക്കുന്നതിന് എന്താ? 3000 പേരെ വിളിക്കുന്ന ആ സ്ഥലത്ത്
2 പേർക്ക് കത്ത് കൊടുത്താൽ എന്താ കുഴപ്പം? ഈ സേവനം മുഴുവൻ നടത്തിയ ഒരാൾക്കും, ഒരു സംഘടനയ്ക്കും, ഞാൻ വേർതിരിച്ച് ഒരു സംഘടനയെക്കുറിച്ചും പറയുന്നില്ല, ഒരു സംഘടനക്കും അഖില ഭാരത അയ്യപ്പ സഭാ സംഘം ചെയ്ത പോലുള്ളൊരു സേവനം നടത്തിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ പറയാൻ സാധിക്കുമോ? നമ്മൾ സൗജന്യമായിട്ടാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, അവിടെ അന്നദാനം കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പം മൈനസിലാണ് അവിടുത്തെ ഫണ്ട് പോകുന്നത്, അന്നദാനത്തിൻ്റെ ഫണ്ട് പോകുന്നത്. അയ്യപ്പ സഭാ സംഘം 2 വർഷമായി ഞങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ അവിടെ 24 മണിക്കൂർ അന്നദാനം നൽകിയ അയ്യപ്പ സഭാ സംഘം മുഴുവൻ ഭക്തന്മാർക്കും അന്നദാനം കൊടുക്കാൻ, സൗജന്യമായി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന അയ്യപ്പ സഭാ സംഘത്തിനെ 2 വർഷമായി മാറ്റി നിർത്തിയതുകൊണ്ട് തന്നെ അവിടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇപ്പം അന്നദാനത്തിൻ്റെ ഫണ്ട് ഇവിടെ മൈനസാണ്. 2-3 കോടി രൂപ ബാലൻസ് ഉണ്ടായ ആ സ്ഥലത്ത് ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ അന്നദാന ഫണ്ട് എന്ന് പറയുന്നത് മൈനസായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടത് സംഭവിച്ചു? അയ്യപ്പ സഭാ സംഘത്തിനെ മാറ്റി നിർത്തി. 2 വർഷമായി നമ്മളെവിടെ കൊടുക്കാൻ, കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. അതുപോലെ സേവനം നടത്തിയൊരു സംഘടനയാണ് മാറ്റി നിർത്തിയത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്ന അഖിലേന്ത്യാ കമ്മിറ്റിയുടെ യോഗം തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ.